രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. ഒരു MLA കാണാതായിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇന്നറിയാം MLA അവിടുത്തെ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. ഇന്നാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ വരുന്നത്. എന്തായാലും കുറച്ച് കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുലിന് ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗമുണ്ട്, അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ രീതിയിൽ യുവതിയെ നിർബന്ധപൂർവ്വം അബോർഷന് പ്രേരിപ്പിക്കുക എന്നുള്ള 2 വകുപ്പുകളുണ്ട്. ഇത് 10 മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കുരുക്കുമുറുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളായി ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നൽകിയിരിക്കുന്ന രാഹുലും ഈ യുവതിയും തമ്മിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണം കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. അത് രാഹുലും ഈ യുവതിയും തമ്മിലുള്ള സംഭാഷണമാണെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും നാൾ കേട്ട നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ, കുട്ടിയെ അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ആ ഓഡിയോ രാഹുലിൻ്റെതാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. അത് മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിൽ രാഹുലും പറയുന്നുണ്ട് അത് എൻ്റെ ശബ്ദമാണ് എന്നുള്ളത്. അത് അങ്ങനെ ഡയറക്റ്റ്ലി പറയുന്നില്ലെങ്കിൽ പോലും ഈ യുവതി ഞാനുമായിട്ടുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്തു, അത് ഉപയോഗിച്ച് തന്നെ കുടുക്കുകയാണ് പറഞ്ഞത്. സ്വാഭാവികമായും അത് രാഹുൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് രാഹുലിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതും ഈ മെഡിക്കൽ രേഖകൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഈ അബോർഷൻ ചെയ്തതിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് യുവതിക്കുണ്ടായത്. അതിനുശേഷം ചികിത്സ തേടിയതിൻ്റെ രേഖകളാണ് നൽകിയത്. അത് ഡോക്ടർമാരുമായി അന്വേഷണ സംഘം സംസാരിച്ചു. ഈ യുവതി അവിടെ എത്തി ചികിത്സ തേടിയിരുന്നുവെന്നും അവരുടെ ജീവൻ പോലും അപായപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യം അവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതി നൽകിയ മെഡിക്കൽ രേഖകൾ തങ്ങൾ തന്നെ നൽകിയതാണെന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘം സംബന്ധിച്ചിടത്തോളം ഇതുവരെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ കേസ്. ഇന്ന് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം ഇത്തരത്തിൽ നിരവധി ആളുകളെ ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എടുത്തു പറയുകയും ചെയ്യും. അതാണ് പ്രോസിക്യൂഷൻ ഭാഗത്തുണ്ടാകുന്ന നീക്കം. ഇനി രാഹുൽ കണക്ക് കൂട്ടുന്നത്, രാഹുൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മുദ്ര വെച്ച കവറിൽ കുറച്ച് തെളിവുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ച ചില വിവരങ്ങളാണ്. യുവതി പറഞ്ഞിരുന്നത് താൻ ഒരു വിവാഹം കഴിക്കുന്നു, അതിനുശേഷം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. 1 മാസത്തിന് ശേഷം ഇയാളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് ഈ പറയുന്ന പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ സമയത്തും ഈ ഭർത്താവിനൊപ്പം ഈ യുവതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഒന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ചില ഓഡിയോ കൊടുത്തിട്ടുണ്ട്. അത് രാഹുലും ഈ യുവതിയും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൽ രാഹുൽ അവകാശപ്പെടുന്ന ഒരു കാര്യം, ഇത് താൻ നിർബന്ധപൂർവ്വം അബോർഷൻ ചെയ്യിപ്പിച്ചതല്ല. യുവതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അബോർഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കൊണ്ട് കൊടുക്കണമെന്നുള്ള പറയും. അങ്ങനെ ചില തെളിവുകൾ രാഹുലിൻ്റെ കൈവശം ഉണ്ടെന്നാണ്. അതിലാണ് രാഹുൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒരു തെളിവായി നൽകാവുന്നതാണ്. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഒരു കാര്യം, ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് തടയാനുള്ള ഉത്തരവെങ്കിലും രാഹുലിന് കിട്ടുകയാണെങ്കിൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. കാരണം ഇത് പരിഗണിച്ച് ഇത് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. സ്വാഭാവികമായി മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലും അതിനുള്ള ഒരു നിയമപരമായ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകും.